പറ്റില്ല പറ്റില്ല പറ്റില്ല. കുപ്പി എനിക്ക് അച്ഛനെ കൊടുത്തേ പറ്റൂ. ഒരു തുള്ളിയെങ്കിലും പറ്റില്ല. ഇതിന്റെ രുചി അറിയാനെങ്കിലും. പറ്റത്തില്ല എന്ന് പറഞ്ഞില്ലയോ? മാത്രമല്ല ഇതൊന്നും കുടിക്കാനുള്ളൊരു സ്റ്റാൻഡേർഡ് നിനക്കൊന്നും ആയിട്ടില്ല. ഓഹോ അങ്ങനെ. എന്നാ ഓക്കെ, ഞങ്ങക്ക് വേണ്ട. എന്തുവാടേ അളിയാ, നീ പടത്തിന് വരുന്നുണ്ടോ? വീട്ടിലും പടമാണെന്നാണ് കേട്ടത്. ഐറ്റ സോങ്ങില്ല മൂന്നെണ്ണ കുളിസിനും മാളിയാ വരുന്നില്ലേ? ഇന്നോ? ഇന്നെനിക്ക് സുഖം കാണത്തില്ല. സുഖം കാണത്തില്ലല്ലോ? അതെന്തുവാ? അല്ല എന്നാ സുഖമില്ല. എന്തുപറ്റി? നല്ല തലവേദന. വയറ്റിലോ? അല്ല തലയിൽ. അളിയ ഹോസ്റ്റലിൽ മുഴുവനുണ്ട്, നമുക്ക് പൊളിക്കാം. ആ നിങ്ങൾ പൊളിച്ചോ? നല്ല സുഖം തോന്നില്ല. കോശി, നീ ഇത് കേട്ടാ? മിണ്ടാതിരിയടേ. നീ അവന്റെ ഒരുക്കം കണ്ട? നാളെ ഏതോ പെണ്ണിന്റെ സമയം അടുത്തിട്ടുണ്ട്. എന്താ അളിയ എന്റെ കുട്ടൻസ്? പുല്ലൻ ആഴ്ച ആഴ്ച ഓരോ ലൈനാ. അളിയ അവനെക്കാട്ടി സൗന്ദര്യം ഇല്ല അളിയ എനിക്ക്. എന്നിട്ട് എനിക്ക് മാത്രം എന്താ അളിയ ഒരുത്തി വളയാത്ത? അളിയ ലുക്കിലല്ല, അതോ വർക്കിലാണ് കാര്യം. പുതിയ ലൈൻ 2 ദിവസം മുമ്പ് ബ്രേക്ക് ആയെന്നാ കേട്ടെ. ഓ അപ്പൊ അടുത്തവള വളയ്ക്കാനുള്ള വടിക്കലാണ്. എന്തായാലും തന്തേം തള്ളെ അറിഞ്ഞിട്ട പേരാ പ്രേംരാജ്. എന്നാ അമ്മച്ചി, എന്നാ വല്ല എങ്ങനെ തോന്നുന്നുണ്ടോ? എന്താ അമ്മച്ചി? അവിടെ എന്നാ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ അമ്മച്ചി. കഷ്ടമാണോ ഈ പാതിരാത്രി ആകുമ്പോ തള്ളയുടെ ഒടുക്കത്തെ ഒരു മണിയടി. തളർന്നു നടന്നാലും തള്ള സ്വൈര്യം തരത്തില്ലല്ലോ. ഓ ഇരുട്ടത്ത് വല്ല കാലിലും കാണുന്നായിരിക്കും. നിങ്ങളിങ്ങ് വന്നേ. നേരമായി. കാമുകനായിരിക്കും, പൊളിച്ചോട്ടമായിരിക്കും. അല്ല അച്ഛനാ മോളെ കോളേജ് ചേർക്കാൻ കൊണ്ടുപോവാ. എടുത്തോണ്ട് പോണം നിന്റെ പാട്ട വണ്ടി. ഓ ശരി. പതുക്കെ ഇങ്ങോട്ട് വാ. നോക്കി ഇറങ്ങും. പതുക്കെ പുറകോട്ട് ഇറങ്ങും. വാ സൂക്ഷിച്ചോ. ആരുമില്ലല്ലോ പഠിച്ചോനെ. വാ ഇതാ ഞങ്ങളുടെ ഒരു വഴി. താൻ ഇവിടെ നിൽക്കേ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഓക്കെ? വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. ഞാൻ കരാട്ടെ ചെയ്തുകൊണ്ട് മാത്രമാണ്. ഞാൻ വേണമെങ്കിൽ സഹായിക്കാം. വാ. വരുന്നില്ലേ? വാ. അതെ, നമ്മൾ ആരെങ്കിലും കാണുമോ? ഏയ് എനിക്ക് മാത്രമായിട്ട് എഴുതി തന്നിരിക്കല്ലേ ഹോസ്റ്റലിൽ. പിന്നെ കാണാതെ പിന്നെങ്ങനെയാ നമ്മള്? മിക്കവാറും എല്ലാവരും പടത്തിന് പോയി കാണും. അത്രേ ആശ്വാസം. ബാക്കിയെല്ലാം പുസ്തകപ്പെടുക്കളാ, പുറത്തിറങ്ങത്തില്ല. പിന്നൊരു പാരയുള്ളത് ശാന്തപ്പന, സ്റ്റാഫ്. പക്ഷെ അവനൊരു മണ്ടന. നമുക്ക് പറ്റിക്കാം. പക്ഷെ ഒരാളുണ്ട്, ആൽഫ്രഡ് കാട്ടുവെളിയിലച്ഛൻ. പാടന അങ്ങനെ മുന്നിൽ എങ്ങനെ ചെന്ന് പെട്ട പിന്നെ തീർന്നല്ല. വാ. അറിയാൻ മേലാണ്ട് ചോദിക്കും. ഈ നട്ടപ്പാതിരിക്ക് മെൻസോസിൽ വലിയ തനിക്കെന്താ പ്രാന്തുണ്ടോ? കയറിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടെന്ന് കുട്ടിക്കോ? ആരെങ്കിലും കൊല്ലാനാണോ? സത്യം പറയടി, നീ എൽറ്റിട്ടല്ലേ? ഓഹോ, മനസ്സിലാക്കി കളഞ്ഞു. പിന്നെ ഈ റൂം നമ്പർ 539 എവിടെയാ? എന്തിനാ 539 എവിടെയാ ചോദിച്ചേ? അതൊക്കെ പറയടി. ഈ 2 റൂം അപ്പുറത്താ. അങ്ങനെ കാര്യങ്ങൾ മണിമണി പോലെ പറയണം. വാ. നിക്ക്. ബോംബ് വല്ലതും വെക്കാനാന്നോ? ഒരു ചെറിയ ബോംബ് വെക്കാനാണെന്ന് കുട്ടിക്കോ? അപ്പൊ ഒരുപാട് പേര് മരിക്കില്ലേ? അതിനാണല്ലോ ബോംബ്. അതും കറക്റ്റാ. ഇത് ഇവിടെ ഇപ്പൊ എന്താ കാര്യം? നീ എന്തിനുള്ള പുറപ്പാട് അടങ്ങിയിരിക്കടി. ദൈവമേ, ഇന്നിവിടെ എന്തെങ്കിലും നടക്കും.
ഇവിടെ തന്നെ കുലിക്ക് കൊടുക്കും. ആരുമില്ലല്ലോ. എന്താ ചെയ്യും? അലക്കൽ ഞാനാണ്. ഒന്നും പേടിക്കണ്ട. വാ 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 വാ. അളിയ ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടതുപോലെ. ഞാനും കേട്ടു. വല്ല യക്ഷിയുമായിരിക്കൂടാ. പോയി കിടന്നുറങ്ങടേ. രക്ഷപ്പെട്ടു. അതെ, എനിക്ക് തോന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? വാ പോവാ. ഇനി ആരുടെ മുറിയിലോട്ടാ? ആരുടെ മുറിയിലോട്ടല്ല, എന്നെ തിരിച്ചിറക്കും. അതാണോ? അതെ പിറകിന്ന് വെച്ചാ പോരെ. വാ വാ. നോക്കി നോക്കി സൂക്ഷിച്ചു വാ. ഫോട്ടോ മതിയായിരുന്നു. വിട്ടു 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 വിട്ടു. വാ വാ വാ. ദൈവം ഇനി എന്ത് ചെയ്യും? അതെന്തോടാണോ ചോദിക്കുന്നത്? തൽക്കാലം ഈ ഒരു വഴിയുള്ളൂ. പിന്നെയുള്ളത് മെയിൻ എൻട്രൻസാ. അത് അച്ഛനെ പഴയ പൊട്ടിക്കാണും. പുറത്തിറക്കാതെ പറഞ്ഞിട്ടില്ലല്ലോ കാശ് എന്ന്. അയ്യോ ഇറക്കാം. ഇറക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം. തൽക്കാലം എന്റെ റൂമിലിരിക്കാം. വെളുപ്പിനൊരു 3-4 മണിയാകുമ്പോ എല്ലാവരും കിടന്നുറങ്ങും. അപ്പൊ പുറത്തിറങ്ങും. വാ. എന്തിനാ പേടിക്കുന്നേ? എന്നെ കണ്ടാ പേടിനായിട്ട് തോന്നുവോ? ഇനിയാണെങ്കിലും അതിനുള്ള മറുമരുന്ന് എന്റെ കയ്യിലുണ്ട്. മുറി ചെന്ന് വല്ല അനാവശ്യം കാണിച്ച കുത്തി കേറിഞ്ഞു പറഞ്ഞേക്കാം. വായിങ്ങോട്ട്. അയ്യോ എന്താടാ? പോടാ. കുഴപ്പമില്ല കുഴപ്പമില്ല, ഒന്നും കാണൂല. വാ. അവാർഡ് സിനിമ പോലെ നിൽക്കാതെ ആരെങ്കിലും കാണുന്നതിന് മുന്നേ വേഗം കയറ്. നല്ല വൃത്തിയുള്ള മുറി. സൗകര്യങ്ങളൊക്കെ ഇച്ചിരി കുറവാ. ഇരിക്കേ. ഞാനും ഇവിടെ ഇരുന്നോട്ടെ. ഇരുന്നോ? പക്ഷെ ഇതെന്റെ കയ്യിലുണ്ടെന്ന് ഓർത്താ മതി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നിന്നോളാം. കാലത്തോട്ടേ ഇരിക്കുന്നതാ. അപ്പോ ഇനി അവരൊക്കെ പോകുന്നവരെ നമ്മൾ ഇവിടെ ഇരിക്കണോ അല്ലേ? അല്ല, കിടക്കണേ കിടന്നു. ഞാനിവിടെ വല്ല പുസ്തകമൊക്കെ വായിച്ച് ഈ മൂലയ്ക്ക് ഇരുന്നോളാം. അയ്യേ, മോൻ പുസ്തകവും വായിച്ചോണ്ട് അടങ്ങി ഒതുങ്ങി ഇരുന്നോളൂ അല്ലേ? എനിക്കിത് തീരെ വിശ്വാസം പോരാ. ഇത്രയൊക്കെ ആയിട്ട് എന്നെ വിശ്വാസമില്ലേ? ഇനി വിശ്വസിപ്പിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? ഒരു പണിയുണ്ട്. തിരിഞ്ഞേക്ക്. എന്തിന്? തിരിഞ്ഞു നിക്കാൻ. നീ എന്തോയി കാണിക്കുന്നേ? നീ എന്ത് ചെയ്യാൻ പോവാ? ഒന്നും ചെയ്യാൻ പോവല്ല. ഇന്നൊരു രാത്രി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ അവിടെ കട്ടിലല്ലേ. 20,000 രൂപ എണ്ണി വാങ്ങിച്ചതല്ലേ? തന്റെ ഫോണിങ് എടുക്ക്. എന്തിനാ? വീട്ടിൽ വിളിച്ച് കാശ് ചോദിക്കാനാ? ഞങ്ങള് പാവങ്ങളാ. അലാറം വെക്കാനാ. എന്റെ ഫോണിന്റെ ചാർജ് തീർന്നു. പോക്കറ്റിലുണ്ട്. ഞാൻ 3 മണിക്ക് എഴുന്നേക്കുമ്പോ കയ്യിൽ കെട്ടഴിച്ചു തരാം.